എന്താ ഇപ്പോൾ സാധനം? ചെമ്പരത്തി കൊണ്ടുള്ളതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ചിക്കൻ സോസേജ്. കുറേ ആയി മോള് വേണം വേണമെന്ന് പറയണു. ഇതെന്താ സംഭവം, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇതങ്ങ് വാങ്ങിച്ചു. പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയായിരുന്നു എനിക്ക്. ഇതെന്താ, എങ്ങനെയാണ് ഉണ്ടാക്കുക ഒന്നും അറിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മീതെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ഇത് വില നോക്കിക്കുക, 349 രൂപ 500 ഗ്രാമിന്. ഒന്നും നോക്കിയില്ല, വാങ്ങിച്ചു. കുറച്ച് നേരം വെള്ളത്തിലിട്ടു, നല്ല ഫ്രീസ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നൊരു 5-6 പീസ് എടുത്തത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തു. കണ്ടില്ലേ, ഇത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ബീഫൊക്കെ ആയിരിക്കും, ചിക്കൻ അല്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചു. അപ്പോൾ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം നോർമൽ കുക്കിംഗ് ഓയിൽ, ഞാൻ വെളിച്ചെണ്ണ അല്ല എടുത്തിട്ട് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഇടുന്നു, നന്നായിട്ട് അങ്ങോട്ട് വറക്കുന്നു. ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല, പക്ഷേ ഡീപ്പ് ഫ്രൈയും ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു 1/4 ഭാഗമൊക്കെ ഫ്രൈ ആയി. ഞാൻ അതിൽ ഒരു പകുതി സവാള ഇങ്ങനെ കുരുവിനാന്നിട്ടിട്ട് നമ്മൾ ആ വറുത്ത ചട്ടി തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് സോയാ സോസും ഇച്ചിരി ഉപ്പ് ഇട്ടു. മറ്റേ സോസേജിന് ഉപ്പുണ്ട്, ആ ഒരു ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഇപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, സോസേജ് ആയിട്ട് നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ കറി വെച്ചും വറുത്തും ഒക്കെ കഴിക്കാം. ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നെപ്പോലെ ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ, അടിപൊളിയാണ്.